കേരളത്തിൽ പരസ്യമായി ആർഎസ്എസുമായി സൗഹൃദമുണ്ടായിരുന്ന ആ നാളുകളെക്കുറിച്ച് പറഞ്ഞ് അയവിറക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചെയ്തത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രസ്താവന. ഇതിനുശേഷം പല രീതിയിലും രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടായി. പിണറായി വിജയൻ പറയുന്നത് VD സതീശൻ്റെ വാക്കുകളൊക്കെ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണം. ഞങ്ങൾ ഒരു കാലത്തും RSSുമായി സൗഹൃദം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല, ഇനി അതൊന്നും സംഭവിക്കുകയുമില്ല എന്ന തരത്തിലാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. എന്നാൽ കൂത്തുപറമ്പിൽ ആദ്യമായി തൻ്റെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. അല്ലെങ്കിലും മാധ്യമങ്ങളോട് പ്രത്യേകമായൊരു അസ്വസ്ഥതയാണ് മുഖ്യമന്ത്രി എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. ആരെവിടെ കടക്ക് പുറത്ത് എന്നൊക്കെയുള്ള സ്ഥിരം തട്ടുവിളിപ്പൻ ഡയലോഗൊന്നും ഇത്തവണ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ശൈലിയാണ് പ്രത്യേകമായി അവലംബിക്കുന്നത്. ചില ചാനലുകളെ മാത്രം സെലക്ട് ചെയ്ത് അവരുടെ മാത്രം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് RSSുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് വീണ്ടും പുതുക്കിയെടുക്കാനും അവരുമായുള്ള ഊഷ്മള ബന്ധം സ്ഥാപിച്ച് അടുത്ത തവണ തുടർഭരണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വലിയ അട്ടിമറി നടത്താനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഒരു ആരംഭം. അത് മനഃപൂർവ്വമായി സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് മുഖ്യമന്ത്രി പറയിപ്പിച്ചതാണ്. ഇത് സംസ്ഥാന സമിതിയുടെ പ്രത്യേകമായിട്ട് അറിവോടെ ചെയ്യുന്നതാണ്, ഇതൊരു പ്രത്യേക അജണ്ടയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് സത്യവുമാണ്. കാരണം നിലവിൽ കേരളത്തിൽ BJPയുമായി എല്ലാ രീതിയിലും സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനും CPIMും തന്നെയാണ്. അതിനുവേണ്ടി സഖ്യകക്ഷികളെ വലിയ തോതിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ഇട്ടുകൊടുക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതുമാണ്. എങ്ങനെയാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ CPIയെ തകർക്കാൻ BJPക്ക് വലിയ തോതിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ CPIM ശ്രമിച്ചത് എന്നുള്ളത്. CPIM സ്ഥാനാർത്ഥികളല്ലല്ലോ ലോക്സഭയിൽ 4 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് BJPക്ക് കൊടുക്കുക. വയനാട്ടിലായിരുന്നാലും പ്രിയങ്കയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ പറ്റുമോ, നടന്നില്ലെങ്കിലും ഭൂരിപക്ഷമെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ, ഇതൊക്കെ ആയിരുന്നു CPIMൻ്റെ റിസർച്ച്. അത് കാരണമാണ് അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് വലിയ നഷ്ടമുണ്ടായത്. പകരമായി BJP സ്ഥാനാർത്ഥിക്ക് 30,000 വോട്ടുകൾ മറിച്ചു കൊടുക്കുകയും ചെയ്തു. 1 ലക്ഷം വോട്ട് പോലും സ്ഥിരമില്ലാത്ത വയനാട് ലോക്സഭയിലെ BJPക്ക് എങ്ങനെ 1 ലക്ഷത്തിന് മേളിലേക്ക് വോട്ട് കിട്ടി എന്നുള്ളതും വലിയ ചർച്ചയായ വിഷയമാണ്. ഇത്തരത്തിലാണ് പ്രവർത്തനമെങ്കിൽ സഖ്യകക്ഷികൾ കൃത്യമായി പാലം വലിക്കും, നിങ്ങൾ പല സീറ്റുകളിലും ദയനീയമായി തോൽക്കും എന്നുള്ള ഒരു താക്കീത് കൂടി VD സതീശൻ കൊടുത്തിരിക്കുകയാണ്.